വിഴിഞ്ഞക്കാരോടൊപ്പം നിന്ന് വരണം, ഇവിടെ തുറമുഖം വരണം. കാരണം അവർ ഞങ്ങളോട് പറഞ്ഞു, ഇടയിൽ ദുബായ് വരാൻ പോകുന്നു, സിംഗപ്പൂർ വരാൻ പോകുന്നു. അപ്പോൾ ഞാനും വിചാരിച്ച് കോളടിച്ച് സിംഗപ്പൂരിൻ്റെ ഒരു വികാരിയായിട്ടിരിക്കുക, ദുബായിലെ വികാരിയായിട്ടിരിക്കുക എന്നൊക്കെ പറയും. നിസ്സാര കാര്യമാണെന്ന് പറഞ്ഞ് ഞങ്ങൾ കമ്മിറ്റിക്കാരൊക്കെ ഒറ്റക്കെട്ടായിട്ട് എന്ന്. അപ്പോൾ അവർ പറഞ്ഞ് ഔസേപ്പിതാവിൻ്റെ കുരിശ്ശടിയുടെ അവിടെ കൂടെയാണ് റെയിൽവേ വരുന്നത്. ഞങ്ങൾ കുരിശ്ശടി പോട്ടെ, ദുബായ് അല്ലേ വരുന്നത്, പിന്നെ കുരിശ്ശടി എന്തിന്? അതുപോലെ ഞങ്ങളുടെ ചില സഹോദരങ്ങൾ ഒരു കബർ വിട്ട് കൊടുക്കാതെ ഇപ്പോഴും പ്രശ്നങ്ങളുണ്ട്. അപ്പം പഴയ പള്ളിയും കബറും ഞങ്ങളുടെ കബർ, നിങ്ങൾ പറഞ്ഞ 1000 കബറിടങ്ങൾ പോയാലും വികസനം വരട്ടെ. വിഴിഞ്ഞങ്കാർ നെഞ്ചോട് ചേർത്ത് പറഞ്ഞു, ഞങ്ങൾ കൊച്ചുപള്ളി പോയാലും കുഴപ്പമില്ല, വികസനം വരട്ടെ എന്ന്. വികസനത്തിന് വേണ്ടി നിന്ന ഒരു ഇടവകയാണ് വിഴിഞ്ഞം ഇടവക. എന്നിട്ട് രാത്രിക്ക് രാത്രി അവർ വീട് കയറി കുറ്റിയടിക്കുക. ഞങ്ങളറിയാതെ ഞങ്ങളുടെ വീട്ടിൽ കയറി റെയിൽവേക്ക് അവർ കുറ്റിയടിക്കുന്നു. ഞങ്ങൾ തന്നിട്ട് നീ ദുബായ് തരം സിംഗപ്പൂർ തരം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഞങ്ങളെ പിച്ചക്കാരാക്കിയിരിക്കുകയാണ്. ഞങ്ങളുടെ എല്ലാം വലിയ കടപ്പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ അവരെ വെട്ടും തട്ടും എന്നൊക്കെ പറയുന്നു. നീ ഒരു ഞൊട്ടും ഞൊട്ടത്തില്ല. ഞങ്ങൾ വിഴിഞ്ഞങ്കാർ, ഞങ്ങളുടെ കടപ്പുറം, ഞങ്ങൾ തിരുനാൾ നടത്തിയ കടപ്പുറം. ഇപ്പം നീയൊക്കെ വന്നിട്ട് ഈ വലിയ കടപ്പുറം ഞങ്ങൾക്കില്ല. ഇപ്പം ഞങ്ങൾക്ക് വേറെ ഏത് കടപ്പുറമുണ്ട്? ഇവിടെ ആകെ ഒരു കടപ്പുറമേ ഉള്ളൂ, വലിയ കടപ്പുറം. അത് വിഴിഞ്ഞത്തിൻ്റെ ജന്മാവകാശമാണ്. ഞങ്ങളവിടെ ഫുട്ബോൾ കളിക്കും, ഞങ്ങൾ കളിക്കും. അത് കഴിഞ്ഞിട്ട് പോയി നിന്റെ കപ്പലൊക്കെ വരുന്നത്. വിട്ടുകൊടുക്കത്തില്ല. ചങ്കറപ്പോടെ പറയുന്നു, ഞങ്ങളുടെ തിരുനാൾ ജീവന സിന്ധു യാത്ര മാതാവ് ഞങ്ങൾക്കുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ തിരുനാൾ നടത്തും. ഒരുത്തനും തടയത്തില്ല. ഇനി അവർ മതിൽ കെട്ടാൻ പോകണം. നിന്റെ വീട്ടിൽ കൊണ്ട് കെട്ടിടാ മതിൽ. ഞങ്ങളുടെ കടപ്പുറത്തൊരു മതിലും കെട്ടത്തില്ല ഒരുത്തനും. ഞങ്ങൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇത് പറയുന്ന വിഴിഞ്ഞങ്കാര ഒരുത്തനും മതിലവിടെ കെട്ടത്തില്ല. ഞങ്ങളുടെ ചങ്കിന് പുറത്ത് ഞങ്ങൾ ചങ്ക് തന്നിട്ടില്ലടാ നിനക്ക് ഇരട്ട ചങ്കൊക്കെ ആയത്. വിഴിഞ്ഞങ്കാർ തന്ന്. പിന്നെ ഇടയ്ക്ക് ചങ്കൊക്കെ പോയി കാറിയിട്ടുണ്ടൊക്കെ ഓടേണ്ടി വന്നു, അത് വേറെ ചരിത്രം. ഈ അച്ഛൻ ഇതൊക്കെ പറയുമ്പോഴേ ഞാൻ ഒരു പാർട്ടിയോ അല്ല. ഞാൻ ഈ ഉമ്മൻചാണ്ടി ആയാലും ശരി, ഇതെല്ലാം പറ്റിപ്പ് സംഘമാണ്. ഞാൻ ഉമ്മൻചാണ്ടിയുടെയും ബാബു സാറിൻ്റെയും കൂടെ, ഉമ്മൻചാണ്ടി സാർ ഞാൻ റെസ്പെക്റ്റ് കളയുന്നില്ല. എല്ലാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ശിവകുമാർ സാറും ബാബു സാറുമായിട്ട് വലിയൊരു വേദിയിലിരുന്ന് അവിടുത്തെ ജനങ്ങൾക്ക് തറക്കല്ലിട്ടതാ. ആ മന്ത്രിസഭ പോയി, ഈ മന്ത്രിസഭ, എല്ലാവരും കല്ലിടുന്നല്ലാതെ കാര്യമൊന്നും നടക്കുന്നില്ല. നമ്മുടെ നെഞ്ചത്ത് വന്ന് കല്ലിട്ടോട്ടൊക്കെ ഇവന്മാർ പോകുന്നു. കാര്യമൊന്നും നടത്തണ്ടേ? നീ അടുത്ത വന്ന 5 വർഷം പോരാ, ഞങ്ങൾക്ക് കുറച്ചുകൂടെ 5 വർഷം താ. ഞങ്ങൾ കിറ്റ് വാങ്ങിച്ചിട്ട് വോട്ട് തന്നില്ലേ? കിറ്റൊക്കെ തന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചേ ഇത് കുഴപ്പമില്ല, ഇനിയിപ്പോൾ അടുത്ത കിറ്റുമായിട്ട് വരിക. ഞങ്ങൾ കിറ്റ് വാങ്ങിച്ചിട്ട് കിക്ക് ചെയ്യും. കാലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി കിറ്റ് വാങ്ങിച്ച് നീയൊക്കെ ഞങ്ങളുടെ ഇത് വോട്ട് വാങ്ങുമെന്ന് കരുതണ്ട. ഞങ്ങൾ കിക്ക് അടിക്കാനായിട്ടിരിക്കുക. ഞങ്ങൾ അന്നേ പറഞ്ഞു, ഇവിടെ പറയുന്നു ഇവരൊക്കെ എവിടെയായിരുന്നു. ഞങ്ങൾ സൂസഭാഗ്യം പിതാവിനോട് പറഞ്ഞു, പിതാവേ നമുക്ക് സമരം ചെയ്യണ്ടേ? പിതാവ് കുറച്ച് സമാധാനമൊക്കെ ഉള്ള പിതാവാണ്. പിതാവ് പറഞ്ഞു വരട്ടെ. നമ്മുടെ മുഖ്യമന്ത്രിയുമായിട്ട് നല്ല ബന്ധം പിതാവിനുണ്ട്. പിതാവ് അപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ സംസാരിക്കുന്നു. പിതാവ് പോകുമ്പോഴൊക്കെ പറയും ഇപ്പം ശരിയാക്കി തരാം. അവന്മാർ നമ്മുടെ വീടും കുടുംബമൊക്കെ ശരിയാക്കിയത്, കടലിലെ മക്കളെയാണ് ശരിയാക്കിയത്. പിതാവ് വിചാരിച്ചത് മത്സ്യത്തൊഴിലാളികളെ ശരിയാക്കാൻ പോകുന്നത്. ഒന്നും ശരിയാക്കിയില്ല. പിതാവ് അവർ പറയുന്നത് കേട്ടു, വിശ്വസിച്ചു. പക്ഷെ നമ്മുടെ പിതാക്കന്മാരെ പോലും പറ്റിക്കുന്നതാണ്. അപ്പോഴും ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ കാല് പിടിച്ച് പറയുകയാണ്, കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഞങ്ങളെ കൈവിടരുത്. സാറേ എന്ന് വിളിച്ച, അപ്പാ എന്ന് വിളിച്ച നാവ് കൊണ്ട് വേറെ വിളിക്കാനായിട്ട് ഇടവരുത്തല്ലേ എന്ന് പറഞ്ഞ് കേൾക്കണ്ടേ? കാല് പിടിച്ച കൈ കൊണ്ട് ഞങ്ങൾ കരഞ്ഞു പറഞ്ഞ് കേട്ടില്ല എങ്കിൽ കടലിൻ്റെ മക്കൾ ഇവർ വിടിഞ്ഞിത്തിറന്ന് കരഞ്ഞോട്ടെ എന്നാണ് പറയുന്നത്. ഇല്ല, കാല് പിടിച്ച കൈ കൊണ്ട് ചങ്ക് പിടിക്കാനും ഒരു സമയം അധികം വേണ്ട. അത് ഇരട്ട ചങ്കായാലും പിടിക്കും. മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞാൽ ഇരട്ട ചങ്ക്. ഇനി കുറ്റിയടിക്കുന്നത്, ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇതെല്ലാം തകർത്തകത്തോട്ട് പോയി. ഞാൻ ഈ വിഴിഞ്ഞം കമ്മിറ്റി ആയിരുന്നപ്പോൾ ഞങ്ങൾ ചുമന്നുകൊണ്ട് രാത്രി ഒരു കുരിശ് അവിടെ കൊണ്ട് സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പം അന്ന് കടലടിക്കുന്ന ആ കുരിശിലായിരുന്നു. ഇന്ന് അത് കഴിഞ്ഞിട്ട് 1 കിലോമീറ്റർ കടൽ അങ്ങോട്ട് പോയി. അവിടെ വിശാലമായിട്ട് സാധനം കിടക്കുന്നു. നമ്മുടെ കരിമ്പള്ളക്കാർക്കും നമ്മുടെ പഴയ പള്ളിക്കാർക്കും ഒക്കെ വലിയ വീട് വെക്കേണ്ട സ്ഥലമുണ്ട്. 10 സെന്റ് പതിച്ചുകൂടെ എല്ലാവരും വിളിച്ചിട്ട് വാ, ഇത് നല്ല സമയമാണ്. ഞങ്ങളുടെ ക്ഷമ പരിശോധിക്കരുത്. ഞങ്ങളെ കുറ്റി അടിച്ച് പതിച്ചു കൊടുക്കും വിഴിഞ്ഞങ്കാരെ. അതെ കുറ്റി അടിക്കും.
ഞങ്ങൾക്ക് ഇനി ദുബായ് വേണ്ട, സിംഗപ്പൂർ വേണ്ട, ഈ സ്ഥലം മതി. ഇത് അവന്മാരെ പിടിച്ചു വെച്ചിട്ട് നമ്മളെ ചേരികളാക്കിയിട്ടേക്കുന്നത്. ഇപ്പത്തരാ എന്ന് പറഞ്ഞിട്ട് ഒന്നും തരുന്നില്ല ഇവന്മാര് ശരിയാക്കുന്നില്ല. അത് നമ്മളെ ഒന്നും ശരിയാക്കുന്നില്ല. അതുകൊണ്ട് ഇനി ഇത് കുറ്റിയടിച്ച് പോരായെങ്കിൽ ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞ അച്ഛാ, ശ്രീലങ്കയിൽ സംഭവിച്ച ഞങ്ങൾ കയറുമെന്നേ, സ്ഥിരാകേന്ദ്രത്തിൽ കയറും. അവിടെ കയറിയിട്ട് പണ്ട് ആരോടെ പറഞ്ഞില്ലേ കടക്ക് പുറത്തെന്ന്. മത്സ്യത്തൊഴിലാളികളെന്ന് പറയും കടക്ക് പുറത്ത്. സെക്രട്ടേറിയറ്റിൽ അവിടെ ഒരുത്തനോടെ ഇരിക്കണ്ട, എല്ലാത്തിനെയും കടക്ക് പുറത്തെന്ന് പറഞ്ഞ് പുറത്താക്കുന്ന സമയം സമാഗതമായി. ഞങ്ങള് ഓണം കഴിയട്ടെ, ഞാൻ വിചാരിച്ചേ ഓണത്തിന് മുമ്പ് ഇവന്മാരെയൊക്കെ ശരിയാക്കുമെന്ന് വിചാരിച്ചു. അവർ ബോണസുകൾ ഭാഗിച്ചെടുക്കുന്ന വെപ്രാളത്തിലാണ്. ആർക്കൊക്കെ ഞങ്ങൾക്ക് കഴിക്കാൻ ഇവിടെ അരിയും ചോറും ഇല്ല, ഇവർ ബോണസ് ഭാഗിച്ചെടുക്കുന്നു. ഓണത്തിന് ഞങ്ങൾക്ക് എന്തിനാ ഓണത്തിന് ഒന്നുമില്ലാത്ത ഒരു കിറ്റും തന്ന് ഞങ്ങളെ ഓണം ആഘോഷിക്കാനായിട്ട് സമയം. ഈ മത്സ്യത്തൊഴിലാളികൾ ഈ കരഞ്ഞൊക്കെ നിൽക്കുകയാണ്. ഇവന്മാർ വിചാരിക്കുന്നത് ഇത്രയേ ഉള്ളെന്ന്. ഇത് ഉറങ്ങുന്ന സിംഹമാണ്. അറബിക്കടൽ പോലെ, ഞാൻ നേരത്തെ പറഞ്ഞ അറബിക്കടൽ ശാന്തമാണ്. പണ്ടൊന്നും നമുക്കിങ്ങനെ ഈ ഓഹിയും ഇതൊന്നും ഇല്ലായിരുന്നു. ഇവന്മാർ ഇവിടെ കൊണ്ടുവന്ന് ഉറങ്ങുന്ന സിംഹത്തെ കോലിട്ടിളക്കും പോലെ ഇവിടെ കുറെ കല്ലിട്ട് ഇളക്കി കടൽ ഇളകിയില്ലേ, നമ്മൾ ആക്രമിക്കുന്നതിന് ശേഷമല്ലേ. നേരത്തെ വന്ന് ചെറുതായിട്ടൊക്കെ അടിച്ചിട്ട് പോകും. ഇപ്പം അങ്ങനെയാണോ? കയറി പിടിക്കുകയല്ലേ കടല്, വീടുകൾ എടുത്തോണ്ട് പോകുന്നു. ഉറങ്ങിക്കിടന്ന് അറബിക്കടലിനെ ഇളക്കിയതുപോലെ ഞങ്ങൾ ഇതൊക്കെ ഇപ്പം കാറ്റടിച്ചപ്പോൾ കണ്ടല്ലോ ഇത് കസരകൾ പറക്കുന്നത്. ഞങ്ങൾ ഇപ്പം ഇത് ചെറുകാറ്റാ, കണ്ടു പഠിച്ചില്ലെങ്കിൽ കൊടുങ്കാറ്റാകുവേ. ഞങ്ങൾ അങ്ങോട്ട് വരും കൊടുങ്കാറ്റായിട്ട്. ഈ കടല് ഇളക്കങ്ങൾ കണ്ടില്ലെങ്കിൽ ഒരിക്കൽ സുനാമി വന്നപ്പോൾ പഠിച്ചതാ. ഞങ്ങളും സുനാമി ആകാതെ സമയം വേണ്ട, കടലിലെ മക്കളും സുനാമി ആകും. അങ്ങ് സെക്രട്ടേറിയറ്റ് വരും. ഈ സമരം ഇവിടെ നമ്മൾ പിന്നെ ജനങ്ങളെ ശല്യം ചെയ്യണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ഒതുങ്ങി സമരം ചെയ്യുകയാണ്. ഞാനൊരു ദിവസം കാണുന്നുണ്ട് സെക്രട്ടേറിയറ്റ് വളഞ്ഞ് ചില പാർട്ടികൾ നമ്മളെ പഠിപ്പിച്ച് രാപ്പകൽ സമരം സെക്രട്ടേറിയറ്റിൽ വളഞ്ഞു വെച്ച് ആരെയും വിടാതെ ഒരു സമരം ഉണ്ടായില്ലേ? എന്നിട്ട് അവരോടി. പക്ഷെ മുക്കുവന്മാർ വളഞ്ഞ ഒരുത്തനും ഓടത്തില്ല. എല്ലാവരും ഞാൻ അകത്തിട്ട് ഞങ്ങൾ ശരിയാക്കും. രാപ്പകൽ സമരം വരുന്നുണ്ട്. ചലോ സെക്രട്ടേറിയറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ പോകുന്ന ഒരു സമയം വരുന്നുണ്ട്. ഞങ്ങളെ അവഗണിച്ചു കഴിഞ്ഞാൽ ഇനി കോടതി വിധി വരട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ നിൽക്കുകയാണ്. രണ്ടിലൊന്ന് കണ്ടിട്ടേ മടങ്ങുകയുള്ളൂ. എൻ്റെ അടുത്ത് ഇപ്പം എന്തോ പൈസ കൊടുക്കാൻ പോകണമെന്ന് പറഞ്ഞ് എല്ലാവരും 5000. യുവന്മാർ ഒരു പ്രാവശ്യം തന്നിട്ട് പിന്നെ തരത്തില്ല കള്ളന്മാര്. യുവന്മാര് ഈ പൈസ തന്നിട്ട് ഗോഡൗനും പിടിച്ചെടുക്കേണ്ട പരിപാടിയാ. ഈ സിമെന്റ് ഗോഡൗണെല്ലാം ഉണ്ട്. ഈ പൈസ നിന്ന് ഇറങ്ങ് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ് നമ്മളെയൊക്കെ പുറത്താക്കാൻ വേണ്ട പരിപാടിയാണ്. എൻ്റെ അടുത്ത് തഹസിൽദാർ വന്നു. ഞാൻ വെട്ടുകാട് ഇരുന്നപ്പോൾ ഈ കഴിഞ്ഞ വീടുകൾ പോയപ്പോൾ പറഞ്ഞു, അച്ഛാ വാടക വീടെടുത്ത് കൊടുക്കുക, എല്ലാം വാടക കൃത്യമായിട്ട് തരും. അപ്പോൾ കമ്മിറ്റിക്കാർ പറഞ്ഞു എടുത്ത് കൊടുക്കച്ചാ, അമ്മ വാടക തരുമെന്നല്ലേ പറയുന്നത്. വാടക പോയിട്ട് പൂട പോലും അവിടെ ഇല്ല. ഇവന്മാര് നീ ചിലപ്പോൾ വാടക പോലെ വാങ്ങിച്ചെടുത്തോ അറിയത്തില്ല. എല്ലാം പങ്കുവെക്കലല്ല പരിപാടികൾ. പങ്കുവെച്ച് ഇവർക്ക് മതിയാകുന്നില്ല. 5 വർഷം തന്ന് വീണ്ടും തന്ന് മതിയാക്ക്, കുറച്ച് ഞങ്ങൾക്കും പങ്കുവെക്ക്. ഈ ജനങ്ങളെ കൂടെ ഒന്ന് കരുത്. ഈ ഒരു കിറ്റ് തന്നിട്ട് ഞങ്ങളെ ചുമ്മാ കടിച്ച് വിടല്ലേ, വല്ലതുമൊക്കെ താ. ഇനിയിപ്പോ കേരളയിലും എന്താണ് മംഗലാപുരം വരെ നീട്ടാൻ പോണെന്ന്. ഇവർക്ക് കേരളത്തിൽ കൊള്ളടിച്ചതുപോലെ ഇനി മംഗലാപുരത്തിൽ പോയി അവന്മാരെ കൊള്ളടിക്കാനുള്ള പ്ലാനാണ്. ഇതിനൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ കേരളം ഏതായാലും മുടിഞ്ഞ് ഇനി അടുത്ത കർണാടക, തമിഴ്നാട് അവിടെയൊക്കെ കൊള്ളടിക്കാൻ വേണ്ടി ഉള്ള പരിപാടികൾ ഇവർ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇത് ചിലർ ഇപ്പം നീ പറയുന്ന പോലെ മുക്കുവന്മാർ എൻ്റെ അടുത്ത് ചോദിച്ച്, നിങ്ങളെന്തിനാ കൊണ്ട് കടലിൽ കൊണ്ട് വീട് വെക്കുന്നത്? ഓരോ വർഷവും കടലിൽ കൊണ്ട് നിങ്ങൾ കടലിൽ എവിടെ? കോവള എവിടെ? ശംഖുമുഖ എവിടെ? അത് കടലിൽ കൊണ്ട് വെച്ചിട്ടാണ്. ഇപ്പം നമുക്ക് ഒന്നുമില്ല, എല്ലാം എടുത്തിട്ട് പോയില്ലേ? കടലിൽ കൊണ്ട് നിങ്ങൾ കടലിട്ട് ഇളക്കി അവൻ അകത്തോട്ട് കയറി ഞങ്ങൾ എടുത്തോണ്ട് പോകുന്നു. വല്ലാത്തൊരവസ്ഥ. സിംഗപ്പൂരും ദുബായും വന്ന് വെച്ചിട്ട് ഇപ്പോൾ പിച്ചച്ചട്ടിയുമായിട്ട് നിൽക്കേണ്ട ഗതികേടാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത്. ചിലരൊക്കെ സിംഗപ്പൂരായേ, ചിലരൊക്കെ സിംഗപ്പൂരും ദുബായിലൊക്കെ പോയി എന്തൊക്കെ ഫ്ലൈറ്റിൽ കൂടെ ഇവിടെ വന്ന് ഇറങ്ങി എന്നൊക്കെ പറയുന്നു. നമുക്കറിയത്തില്ല. അത് അണ്ടാവായിട്ടും ചട്ടകമായിട്ടൊക്കെ വന്ന് പലതുമൊക്കെ നമുക്കൊന്നും കിട്ടിയില്ലേ. ഇതും പോരെ, ഇനിയും പോരെ. ഇതൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്. ഞാനൊരു പാർട്ടിക്കാരനും അല്ല കേട്ടോ, ഞാൻ പൊതുവായ ഒരു സ്ഥാനാർത്ഥിയാണ്. ഇത് തെറ്റിദ്ധാരണ ഉണ്ടായത്. ഇപ്പം
തെറ്റിദ്ധാരണ ഉണ്ടാകരുത്. പൊതുവായിട്ട് പറയുമ്പോൾ ചില കാര്യങ്ങൾ സത്യങ്ങൾ അറിയാതെ വിളിച്ച് പറഞ്ഞു പോകുന്നതാണ്. അതുകൊണ്ട് ഇത് സൂചന മാത്രം കണ്ടു പഠിച്ചില്ലെങ്കിൽ അത് ഞങ്ങൾ അങ്ങോട്ട് കയറി വരും. ഇവിടെ നമുക്ക് കിടക്കാൻ സ്ഥലമില്ല. ഇവന്മാർ രാജകൊട്ടാരമ്പലത്തിലെ കാറുകൾ ഇറക്കുന്നു. ഇവരുടെ പുതുപുത്തൻ 10 കാറ് കോടികൾ ചിലവാക്കി വന്ന് ഉള്ള കാറ് പോരെ നിനക്ക്. ഈ കാറിന് മുമ്പിലൊരു 10 വണ്ടി, പുറകിലൊരു 10 വണ്ടി. ഈ ആരെ പേടിച്ചിട്ടാണോ എന്തോ. ഈ കഴിഞ്ഞ പ്രാവശ്യം എന്തോ ഒരു മേൽപ്പാലം ഇവിടെ മെഡിക്കൽ കോളേജിൽ വന്ന് 1 മണിക്കൂർ രോഗികൾക്കൊന്നും അങ്ങോട്ടും പോകാൻ വയ്യ, ഇങ്ങോട്ടും പോകാൻ വയ്യ. പണ്ടൊക്കെ വല്ല കേന്ദ്രമന്ത്രിമാരെ പ്രസിഡന്റ് അവർ ഇത് എന്തോന്ന് മന്ത്രിമാർ, ഇവന്മാരൊക്കെ നമ്മൾ ജീവിച്ചു വിട്ടേയല്ലേ. നമ്മളെ കാണുമ്പോൾ പേടിക്കുന്നത് എന്തിനാണ്? അപ്പം മടി കനമുള്ളവർ പേടിക്കണം. ഈ 10-20 കാറുകൾ അകമ്പടിയുടെ പോകുന്നത് എന്താ? മടി കനമുണ്ട്. നമുക്ക് തരേണ്ട സാധനമൊക്കെ മടി കെട്ടി വെച്ചേക്കാണ്. ഇതിനെ കുത്തിരി പിടിക്കും ഞങ്ങള്. മടി അഴിച്ചിട്ടേ വിടുകയുള്ളൂ, മടി അഴിച്ച് വാങ്ങിച്ചിട്ടേ വിടുകയുള്ളൂ. അപ്പം മടി കനമുള്ള കുറെ മന്ത്രിമാർ നടക്കുകയാണ്. ഞാൻ പിന്നെ പറഞ്ഞു നമുക്ക് കൊടുത്തേ ശീലമുള്ളൂ. മുക്കുവന്മാരെ കൊടുത്തിപ്പോൾ ഞാനേ ഈ പണ്ട് പല പാർട്ടികളും ബക്കറ്റ് പിരിവ് നടത്തുമായിരുന്നു. ഇപ്പം നോക്കിയിട്ട് അവർ ഡീസൻ്റ് ബക്കറ്റ് പിരിവൊന്നുമില്ല. അവർക്ക് വലിയ കട്ടയ്ക്ക് കിട്ടുന്നതുകൊണ്ട് ഇപ്പം ഇവിടെ പണ്ട് മത്സ്യത്തൊഴിലാളികളും മിടുക്കന്മാരായിട്ട് നടന്നു. ഇപ്പം ഞങ്ങൾ ബക്കറ്റുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. നമ്മളിപ്പോൾ ബക്കറ്റ് പിരിവ് അവന്മാർ ഈസി മട്ടിൽ നിന്ന് പിരിക്കുന്നത്. കാരണം എല്ലാവരും കൊണ്ട് കൊടുക്കുന്നു. പാർട്ടി ഓഫീസിൽ കട്ടയ്ക്ക് കൊടുക്കുന്നു. ഒന്നും നമുക്ക് കിട്ടുന്നില്ല. ഇനിയിപ്പോൾ നമുക്ക് ബക്കറ്റ് അല്ലാതെ വേറെ എന്ത് ചെയ്യാൻ? ഇതാണ് നമ്മുടെ അവസ്ഥ. പ്രിയമുള്ളവരെ, ഞങ്ങൾ വെട്ടുകാട് ഇടവക ഇവർ വീട് തരുമെന്ന് പറഞ്ഞ് മോഹിപ്പിച്ചിട്ടാണ് 35 വീടാണ് പോയത്. ഞങ്ങൾ സ്ഥലമൊക്കെ ഏതായാലും ക്രിസ്തുരാജൻ്റെ നിങ്ങളൊക്കെ വന്ന് നേർച്ചയിടുന്ന കാശൊക്കെ അവിടെ ഉള്ളതുകൊണ്ട് ഒരു മാതൃക ക്രിസ്തുരാജൻ ഞങ്ങൾ വെട്ടുകാടൊക്കെ വേണ്ടി സ്ഥലം കണ്ടു വച്ചിട്ടുണ്ട്. ഈ ഗവൺമെൻറ് ഇളകിയില്ലെങ്കിൽ ഞങ്ങൾ വച്ചു കൊടുക്കാൻ വേണ്ടി. അപ്പോഴാണ് ഞങ്ങൾ പിന്നെ നോക്കിയതിടെ നമ്മുടെ പണം കൊണ്ട് ഇവന്മാർ തിന്ന് കൊഴുക്കുന്നു. ഇത് നമ്മളതിനെ ഇവന്മാരെ കുത്തിന് പിടിച്ച് വച്ചു കൊടുക്കണ്ടേ? ഇവർ ലക്ഷം വീട് പുനർഗേഹം എന്തോന്ന് പിന്നെ ഇവന്മാർ ഓരോ വീട് വെച്ച് ഇവർ പുനർഗേഹമാണ്. എവിടെയൊക്കെ വീടുണ്ടെന്ന് അവന്മാർക്ക് അറിയത്തില്ല. നമുക്കൊരു പുനർഗേഹം ഇല്ലേ? ഞങ്ങള് ഇപ്പോഴും കുടിയിൽ തന്നെ കിടക്കുന്നത്. വല്ലാത്തൊരവസ്ഥ. ഇന്നത്തേക്ക് ഇത്രയും മതി. ഇനി സമരം എത്ര നീളമെന്ന് അറിയത്തില്ല. അപ്പോൾ ഓരോ പ്രാവശ്യവും പറയാൻ കുറേച്ച് വേണം. അപ്പോൾ വെട്ടുകാട് ഇടവകയുടെ അഭിവാദത്തിൽ വെട്ടുകാട് ചുണക്കുട്ടന്മാർ വന്നിട്ടുണ്ട്. ഞങ്ങൾ ഈ അല്പമൊക്കെ അമാന്തിച്ച് നിന്നെങ്കിൽ വെട്ടുകാട് ഇപ്പോൾ പുലിക്കുട്ടന്മാരെ പോലെ സമരത്തിന് പിന്നിലുണ്ട്. പാർട്ടി മറന്ന് മെയ് മറന്ന് ഞങ്ങളെല്ലാം ഒരേ ഇതിലൊന്നും പാർട്ടിയില്ല. നമ്മൾ പിതാക്കന്മാരുടെ പുറകിൽ ചങ്കുറപ്പോടെ നിൽക്കുന്നു. ആദ്യത്തെ വെടി പിതാക്കന്മാർ കൊണ്ടിട്ട് പിന്നെ അച്ഛന്മാർ കൊള്ളത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക. വെടി വന്നാലും പേടിക്കണ്ട. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നമുക്ക് എല്ലാവർക്കും ഒന്ന് ഉച്ചത്തിൽ വിളിച്ചാലേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ സ്തോത്രം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിമാർക്ക് നല്ല ബുദ്ധി കൊടുക്കണമേ ദൈവമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.